ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ധനുഷ്കോടിയിൽ നിന്നുള്ള റിട്ടേൺ ജേണിയിൽ ഇവിടുത്തെ ഫേമസ് ആണല്ലോ, ധനുഷ്കോടിയിൽ ഫേമസ് ആണല്ലോ ഫിഷ് ഫ്രൈസ്. അപ്പോൾ അങ്ങനെ ആ ഫിഷ് ഫ്രൈസ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കടയ്ക്ക് മുന്നേ നിർത്തിയതാണ്. ഒരു സായിറാം ഹോട്ടലിനോ അങ്ങനെയാണ് അതിൻ്റെ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഫിഷ് വെച്ചിട്ടുണ്ടാവും, പിന്നെ അതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഡേ ടൈമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ടാവും അവിടുത്തേതായ തനത് ഭക്ഷണശൈലിയിലുള്ള ചോറും കറികളും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത് ഈ മീനാണ്. പലതരം മീനുകൾ, കടൽ മീനാണെല്ലാം, പലതരം മീനുകൾ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെയുള്ള മീനുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആവറേജ് സൈസുള്ള മീനൊക്കെയാണ് അത്. ഈവനിങ് ഞങ്ങളിപ്പോൾ പോയപ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പം. ഈ ഫിഷും വിൽക്കുന്ന കടകളിലൊക്കെ അടുത്ത് എത്തിയപ്പം, ധനുഷ്കോടിയിൽ എത്തിയപ്പം. അപ്പം നമ്മൾക്ക് ഏത് മീനാണോ വേണ്ടത് അത് നമുക്ക് ഇപ്പോൾ വൈകുന്നേരം പിടിച്ചു കൊണ്ടുവന്ന മീനാണ്. എന്നിട്ട് അവരങ്ങനെ ഒരു ഫ്രീസറല്ല ശരിക്ക് ഒരു ഡബ്ബ പോലത്തെ ഒരു സാധനത്തിൽ ഇട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കിഷ്ടമുള്ള മീൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞങ്ങൾ 2 മീൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. 4 പേരുള്ളതുകൊണ്ട് 2 മീൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ചേർന്നിട്ട് 450 രൂപയായി. ഒരെണ്ണത്തിന് 250, ഒരെണ്ണത്തിന് 200 രൂപയാണ് വില. അത് വലിയ ഒരു ആവറേജ് സൈസുള്ള മീനാണ്. ഇപ്പം നമ്മൾ മീനിൻ്റെ വില മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിന് മസാലയെല്ലാം തേച്ച് അതിനെ ഫ്രൈ ചെയ്ത് തരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രിപ്പറേഷനും കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നിന്നിട്ട് അവരിങ്ങനെ ആളെ വെച്ചിട്ട് എന്താ പറയുക, ക്ലീൻ ചെയ്യിക്കുക. അന്നേരം തന്നെ ക്ലീൻ ചെയ്യിക്കും. ക്ലീൻ ചെയ്ത് നമ്മുടെ മുൻപിൽ വെച്ച് തന്നെയാണ് അവർ ക്ലീൻ ചെയ്ത് തരിക. അപ്പം നമ്മൾ ഫ്രഷായിട്ടുള്ള മീൻ നമ്മുടെ മുമ്പിൽ വെച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ഫ്രൈ ചെയ്ത് തരുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കാരണം അവിടെ ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ്. മോർണിംഗും ഈവനിങ്ങും ആൾക്കാർ പോയി ഫിഷ് പിടിച്ചിട്ട് വരുന്നതാണ്. നമ്മളത് ധനുഷ്കോടി ആ എൻഡിലേക്ക് പോയപ്പോൾ തന്നെ കണ്ടിരുന്നു ആൾക്കാർ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിച്ച് കഴിക്കാം. പലതരം മീനുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് പരിചയമുള്ള മീനുകളൊക്കെ എന്താ പറയുക, അറിയുന്ന മീനുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെയുള്ളൊരു മീനല്ല പ്രിഫർ ചെയ്തത്. ഈ 2 മീൻ ഞങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പുതിയൊരു മീൻ കിട്ടുന്ന സ്ഥലത്ത് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനായിട്ട് ആണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം ഈ കടയ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ശരിക്ക് കടൽ തീരത്താണല്ലോ ഈ കടകളുള്ളത്. അപ്പോൾ ഈ കടയ്ക്ക് ഇതൊന്നും പെർമനൻ്റ് കടയല്ല. ഞാൻ നേരത്തെ ധനുഷ്കോടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഏരിയയിൽ ആക്ച്വലി 1964 ഒരു വലിയ കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നതിന് ശേഷം ഒരുപാട് പേര് മരിച്ചതിന് ശേഷം അവിടെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റൊന്നും പിന്നെ അതിന് അനുവദിച്ചിട്ടില്ല ഗവൺമെൻറ്. അവിടെ ഗോസ്റ്റ് സിറ്റി എന്നൊക്കെ അല്ലേ പറയണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. അതുകൊണ്ട് അവിടെ പെർമനൻ്റ് ആൾക്കാരില്ല. അപ്പോൾ ഈ ഷെഡും എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ബിൽഡിംഗ് അല്ല, അതൊരു ജസ്റ്റ് ഒരു ഷെഡ് പോലെ തന്നെയാണ്. ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു കടയോ അങ്ങനെയൊന്നുമല്ല, ഓല മേഞ്ഞിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക, ആ ഓല മേഞ്ഞത് ഒരു ടെമ്പററി സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടൊരു ബിൽഡിംഗ് കെട്ടിയ പോലെ മാത്രമേ അത് കാണാനുള്ളൂ. പിന്നെ അവിടുത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ടൈലിട്ട ഫ്ലോറോ അങ്ങനെ ഒരു ബേസ്മെൻറ്റ് കെട്ടിയത് പോലും ഇല്ല, വെറും മണലാണ്. അവിടെ മണലിൽ ഒരു 5-6 ടേബിൾ ഇട്ടിട്ട് ആണ് ഇതിൻ്റെ കട എന്ന് പറയാനുള്ളത്. നില മൊത്തം എന്താ പറയുക മണൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ആ ലോസ്റ്റ് സിറ്റി. ഞാൻ നേരത്തെ ധനുഷ്കോടിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞല്ലോ, എന്താ പറയുക, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നതും ഒരു റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളായിരുന്ന സ്ഥലമുണ്ടല്ലോ. അതൊക്കെ ഇതിൻ്റെ തൊട്ട് ബേക്കിൽ തന്നെയാണുള്ളത്. ഞങ്ങളവിടെയൊക്കെ പോയി കണ്ടിരുന്നു. ഞാനതൊരു വേറൊരു വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ അത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് എണ്ണയൊക്കെ കട്ട് ചെയ്ത് ഒഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇവർ യൂസ് ചെയ്യുന്ന എണ്ണ തന്നെ ഇങ്ങനെ ഒഴിച്ചിട്ടേ ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടേ ഇരിക്കുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കാരണം ഒരു റീസണബിൾ റേറ്റ് അവർ വാങ്ങിക്കുന്നുണ്ടല്ലോ.
വളരെ കുറഞ്ഞ റേറ്റും അല്ല. ഞങ്ങൾക്ക് 2 മീൻ, കാണുന്ന 2 വലിയ മീൻ അവർ 450 റുപ്പീസിനാണ് ചെയ്തു തന്നത്. കാരണം അവിടെ ലോക്കലി അവൈലബിൾ ആയതുകൊണ്ട് ഇത്ര റേറ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നോക്കുമ്പോൾ എണ്ണയൊക്കെ നല്ല ക്വാളിറ്റി എണ്ണയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാവാൻ ചിലപ്പോൾ ആ റേറ്റ് വാങ്ങിച്ചതെന്ന് എനിക്ക് തോന്നി. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ റിട്ടേൺ ഏകദേശം ഒരു 6:30, 7 o'clock ഒക്കെ 6:45 ഒക്കെ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏകദേശം ഈ ഒരു ഫുഡ് കൗണ്ടർ ഒരു കോർണറിലൊക്കെ എത്തുമ്പോൾ. അപ്പോൾ ആ സമയം തന്നെ നിറയെ ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 4-5 ഫാമിലി വന്നിട്ടുണ്ട്. ഫാമിലിയോടൊക്കെ വരുമ്പോൾ അവർ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഫിഷൊക്കെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പലതരം വെറൈറ്റി ഫിഷുകളും അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ അങ്ങനെ കുറേ ഈ ഒരു ഷോപ്പ് മാത്രമല്ല, ഈ ഒരു ഏരിയയിൽ ഈ ധനുഷ്കോടിയിൽ 2 സൈഡിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൽ 2 സൈഡിലും നിറയെ ഷോപ്പുകളാണ്. ഈ ഷോപ്പുകളിലെല്ലാം ഇങ്ങനെ ഫ്രഷ് ഫിഷ് വാങ്ങി നമ്മുടെ മുമ്പിൽ തന്നെ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ റിട്ടേൺ ഒരു 7 o'clock ഒക്കെ അല്ലെങ്കിൽ 6:30 ഒക്കെ ആയ സമയത്ത് ധനുഷ്കോടി ആ എൻഡ് പോയിന്റിൽ നിന്നൊക്കെ തിരിച്ച് ആൾക്കാർ നിറയെ വരുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ എന്താ പറയുക, നിറയെ വാഹനങ്ങളൊക്കെ നിർത്തിയ ആൾക്കാർ ഇങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും പെർമനൻ്റായിട്ട് കറണ്ടില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ജനറേറ്ററോ അല്ലെങ്കിൽ ഈ സോളാറിൻ്റെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടാണ് അവർ എന്താ പറയുക ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കുന്നത്. അല്ലാണ്ട് വേറെ പെർമനൻ്റായിട്ട് കറണ്ടൊന്നും അവിടെ കറണ്ടില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പെർമനൻ്റായിട്ട് ആൾക്കാർ താമസിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കറണ്ടൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രൈ ചെയ്യണതൊക്കെ നമ്മൾ പറയണത് പോലെ തന്നെയാണ്. കുറച്ച് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം, അല്ലാതെ ആണെങ്കിൽ കുറച്ച് ഡീപ്പ് ഫ്രൈ വേണ്ട എന്നുള്ളത് ആർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരും. കാരണം നമ്മൾ സ്പെഷ്യൽ ഓർഡർ കൊടുത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്നതല്ലേ. അപ്പോൾ അത് ആൾക്കാരുടെ പ്രിഫറൻസിനനുസരിച്ച് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോൺസൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മൾ സാധാരണ സ്ഥലത്തുനിന്ന് നമ്മൾ വിചാരിക്കും ഇവിടെ കടലിൽ നിന്ന് പോയി പിടിച്ചിട്ട് വരുന്ന സാധനം അങ്ങനെ അവർ ഫ്രഷ് ചെയ്യുന്നു, അവർക്ക് അവൈലബിൾ ആണല്ലോ, ഫിഷ് എപ്പോഴും അവൈലബിൾ സാധനം ആയതുകൊണ്ട് റേറ്റ് കുറവാണെന്ന് വിചാരിക്കും. അങ്ങനെ കുറവായിട്ടൊന്നും പറയാനില്ല, നല്ല റേറ്റ് തന്നെ അവർ മേടിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണേൻ്റെയൊക്കെ കാര്യം കൊണ്ടായിരിക്കും അങ്ങനെ മേടിക്കുന്നത്. പിന്നെ ഫ്രഷായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് ക്ലീൻ ചെയ്ത് എല്ലാം തരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കൊടുക്കണ പൈസയ്ക്കുള്ള വർത്ത് എന്ന് പറയാം. പ്രോഫിറ്റബിൾ, നമുക്കും പ്രോഫിറ്റബിൾ അല്ല, ചിലപ്പോൾ അവർക്കും ഒബിയസ്ലി പ്രോഫിറ്റബിൾ ആയിരിക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, നല്ല ഇരുട്ടായിട്ട് തോന്നി ആ സമയത്തൊക്കെ. കാരണം കറണ്ടൊന്നും ഇല്ല എന്നുള്ള സ്ഥലം ഞാൻ പറഞ്ഞല്ലോ. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് നല്ല ഡീപ്പ് ഫ്രൈ ആയിരുന്നു, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. മസാലയൊക്കെ നന്നായി അവർ മസാലയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വലിയ ഫിഷ് ബെറ്ററായിട്ട് തോന്നി, നല്ല ടേസ്റ്റ്, ഒരു നാടൻ എന്താ പറയുക ഒരു സീ ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. ആ ചെറിയ ഫിഷിന് അത്ര ടേസ്റ്റ്, ഒരു പ്രിഫറബിൾ ടേസ്റ്റ് എന്ന് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ശരി, ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്തിടുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയുമായി ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.